ഈ ഷൈൻ ടോം ചാക്കോയെ കാത്ത് മറ്റൊരു കേസിന്റെ കുരുക്കുമുണ്ട്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പിടിയിലായ തസ്ലീമയുമായി പരിചയമുണ്ടെന്ന് ഷൈൻ ടോം ചാക്കോ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോയുമായും ശ്രീനാഥ് ഭാസിയുമായും ബന്ധമുണ്ടെന്ന് നേരത്തെ തന്നെ തസ്ലീമ എക്സൈസിന് മൊഴി നൽകിയിരുന്നതുമാണ്. അപ്പോൾ നിലവിലെ കേസിന്റെ കൂടി പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ വേഗത്തിലാക്കുകയാണ് എക്സൈസ്. ഷൈനിന്റെയും ശ്രീനാഥ് ഭാസിയെയും ഉടൻ ചോദ്യം ചെയ്യാനാണ് നീക്കം. ശരത് എസ് നൽകും വിശദാംശങ്ങൾ. ശരത്, ഇവർ പിടിയിലായപ്പോൾ തന്നെ, ഈ തസ്ലീമ പിടിയിലായപ്പോൾ തന്നെ ഈ നടന്മാരുമായി ബന്ധപ്പെട്ട മൊഴികൾ പുറത്തു വന്നതാണ്. അതിനു പിന്നാലെയാണ് ഇത്തരം സംഭവവികാസങ്ങളിലേക്കൊക്കെ, പ്രത്യേകിച്ച് ഷൈൻ ടോം തന്നെ പിടിയിലാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞത്. അപ്പോൾ ഷൈനിനെ ഒരു വശത്ത് വിശദമായി ചോദ്യം ചെയ്യുന്നതിനൊപ്പം തന്നെ നേരത്തെ പിടിയിലായ ലഹരി കേസിലെ വലിയ ലഹരി വിൽപ്പന നടത്തുന്ന വലിയ സംഘങ്ങളുമായി, പ്രത്യേകിച്ച് ഈ തസ്ലീമയുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതല്ലേ അന്വേഷണ സംഘം ചെയ്യാൻ പോകുന്നത്? അതുതന്നെയാണ് റോഷിനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നിലവിൽ ഇപ്പോൾ ആദ്യഘട്ട അന്വേഷണം വ്യക്തമായി, അതായത് അന്വേഷണത്തിന്റെ നടന്നിട്ടുണ്ടായിരുന്നത് ഉറവിടം കേന്ദ്രീകരിച്ചിരുന്നു. ഇവിടെ നിന്നാണ് ഈ ലഹരി വസ്തുക്കൾ, ഇത്തരം നിരോധിത ലഹരി വസ്തുക്കൾ, ഹൈബ്രിഡ് കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കൾ ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നുള്ളതായിരുന്നു പ്രധാനമായും അന്വേഷണം ഉണ്ടായിരുന്നത്. അതിൽ കൂടുതൽ തെളിവുകൾ ഇതിനകം എക്സൈസിന് ലഭിച്ചു. പക്ഷേ ഇനി അടുത്ത ഘട്ടത്തിലേക്കാണ് സിനിമാ താരങ്ങളിലേക്ക് അന്വേഷണം നീളുന്നത്. അങ്ങനെ അന്വേഷണം നീളാൻ നിൽക്കുന്നതിന് തൊട്ട് മുൻപാണ് ഇപ്പോൾ ഇന്നലെ ഷൈൻ ടോം ചാക്കോ ഒരു മൊഴി അന്വേഷണ സംഘത്തിന് മുൻപിൽ നൽകി. അതായത് ഇത്തരത്തിൽ തസ്ലീമയെ അറിയാമെന്നുള്ള ഷൈൻ ടോം ചാക്കോയുടെ മൊഴി അത് ഏറെ നിർണായകമാണ് എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത്. പ്രത്യേകിച്ച് നേരത്തെ തസ്ലീമ തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും അടക്കം ലഹരി വിൽപ്പന നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇവർക്കൊപ്പം ഇരുന്ന് ലഹരി ഉപയോഗിക്കാറുണ്ട്, പതിവായി ലഹരി ഇവർക്ക് എത്തിച്ച് നൽകാറുണ്ട് എന്നുൾപ്പെടെയുള്ള മൊഴി തസ്ലീമ സുൽത്താൻ നേരത്തെ എക്സൈസിന് മുൻപിൽ നൽകിയതാണ്. അത് സ്ഥിരീകരിക്കുന്നതാണ് എന്തായാലും ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ഇന്നലെ എക്സൈസിന് നൽകിയ മൊഴിയും എന്നുള്ളതാണ്. അതായത് തസ്ലീമയെ അറിയാമെന്നുള്ളതാണ് ഷൈൻ ടോം ചാക്കോ എക്സൈസിന് നൽകിയ മൊഴി. മാത്രമല്ല ഈ ലഹരി വസ്തുക്കൾ എത്തിക്കുന്നത് സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾ തന്നെയാണെന്ന് ഷൈൻ ടോം ചാക്കോ പറയുകയുണ്ടായി. ഈ തസ്ലീമ സുൽത്താന എന്ന് പറയുന്നത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അവർ നേരത്തെ ഇതര ഭാഷ ട്രാൻസ്ലേഷനുമൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു. അങ്ങനെ സിനിമാ മേഖലയിൽ നിന്ന് കൊണ്ട് തന്നെയാണ് തസ്ലീമ ഈ സിനിമയിലുള്ള ആളുകൾക്കൊക്കെ തന്നെ ലഹരി വസ്തുക്കൾ അല്ലെങ്കിൽ ഹൈബ്രിഡ് കഞ്ചാവ് അടക്കമുള്ള മാരക ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകിയത് എന്നുള്ളതാണ്. എന്തായാലും അക്കാര്യം ഉൾപ്പെടെ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിൽ കൂടുതൽ വ്യക്തത വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഷൈൻ ടോം ചാക്കോയെയും ഒപ്പം ശ്രീനാഥ് ഭാസിയെയും ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത ആഴ്ച തന്നെ ഇരുവർക്കും നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് തീരുമാനം. അതിനു മുൻപ് തന്നെ ഈ പ്രതികളായ തസ്ലീമ സുൽത്താനെയും അവരുടെ ഭർത്താവും സുൽത്താൻ, അതേപോലെ തന്നെ ഫിറോഷ് എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക. നാളെ തന്നെ ഈ പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ചേക്കുമെന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ എക്സൈസ് പറയുന്നത്. അങ്ങനെ വിശദമായ ചോദ്യം ചെയ്യലും ഒപ്പം നേരത്തെ ലഭിച്ച ഡിജിറ്റൽ തെളിവുകളുടെ ഒക്കെ തന്നെ പശ്ചാത്തലത്തിലായിരിക്കും എന്തായാലും ഇപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോയെയും ഒപ്പം ശ്രീനാഥ് ഭാസിയെയും ചോദ്യം ചെയ്യട്ടെ. ഈ തസ്ലീമയുമായി ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ഒക്കെ എന്തിടപാടുകളാണ് ഉള്ളതെന്ന് വിശദമായി നമുക്ക് അറിയേണ്ടതുണ്ട്. മാത്രമല്ല തസ്ലീമ മാത്രമാണോ ഈ നടന്മാർക്കെല്ലാം ലഹരി എത്തിച്ചു നൽകുന്നത്, അതോ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് അറിയണം. തസ്ലീമ തന്നെ ഏതെല്ലാം നടന്മാർക്ക് എത്തിച്ചു നൽകുന്നുണ്ട് ലഹരി എന്നുള്ളതും അറിയണം. അങ്ങനെ ഇതിൽ ഇഴകീറിയുള്ള പരിശോധന മാത്രമാണ് ഇനി നടക്കാനുള്ളത്. അത് നടന്നാൽ ഓരോ വിവരങ്ങളായി പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്കൊരു ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.